എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാത്തിലും നെഗറ്റീവാണ്. ജോബിന് ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ച് റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ഒരാൾക്ക് മലയാളത്തിൽ ലഭിക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടർ അല്ലേ? ഹൃദയത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കാട്ടി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ എന്നെങ്കിൽ ഞാൻ മെച്ചുവർ ആയിട്ടുണ്ട് 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ട്. സുഹൃത്തുക്കൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. നമ്മളെന്താ ചെയ്യാറ്? പിന്നെന്താ അതാണ് എനിക്കൊരു സന്തോഷം. ഓ എന്താണെന്ന് സൂപ്പർ, ഞാൻ എനിക്കും ചെയ്യാം. അന്ന് കലോത്സവത്തിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ട് അതിൽ നിന്നൊരു കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നത്. സത്യ. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാറ്റിക്. കരം സിനിമ കണ്ടവരാരും മറക്കാത്തൊരു മുഖമുണ്ട്. അതിൽ വില്ലൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പേഴ്സണലി. ആ വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ്. കാരണം കരം സിനിമ മാത്രമല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി ആകട്ടെ, അന്വേഷിപ്പിൻ കണ്ടെത്തുമാകട്ടെ, എല്ലാത്തിലും അപാര പെർഫോമൻസ് ആയിരുന്നു. ആരാന്നല്ലേ? വിഷ്ണുജി വാര്യർ. അവരാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഗസ്റ്റായിട്ട്. നമസ്കാരം വിഷ്ണു. ആദ്യം തന്നെ ഈ കരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതാണല്ലോ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നത്. അപ്പം കരത്തിലെ വില്ലൻ ഇതായി ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഡയലോഗാണ്. മലയാളം അറിയാത്ത ഒരാൾ മലയാളം പറയുന്നത്, പക്ഷെ നല്ല രസമായിട്ട്. അതിൻ്റെ അത് തന്നെ നമുക്ക് തുടങ്ങാം. ഡയലോഗിന്ന് ഒന്ന് പറയൂ. സുഹൃത്തേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ സുഹൃത്തേന്ന് കുറേ വട്ടം എല്ലാത്തിലും സുഹൃത്തേ സുഹൃത്തേന്ന് വിളിക്കുന്നുണ്ട്. അതില് സുഹൃത്ത് എന്നുള്ള വേർഡ് ബേസിക്കലി നമ്മള് ക്യാരക്ടർ ഉണ്ടാക്കിയപ്പോഴേ ആ ഒരു വേർഡിൽ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. മുമ്പിലൊക്കെ എഴുതിയപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് അല്ല, കണ്ടുപിടിച്ചൊരു അക്വൈൻറ്റൻസ് ഉണ്ടായിരുന്നു. പുള്ളി സുഹൃത്തെ എന്നാണ് വിളിക്കുന്നത്. അറിയാൻ വിളിക്കുന്നത്, അതുപോലെ മലയാളം അറിയാത്തത്. അപ്പൊ അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് മൂഡിലാണ് നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോ അങ്ങനെയാണ് തുടങ്ങിയത്. സോ അത് വെച്ചിട്ടാണ് ബാക്കി ഉപയോഗിച്ചത്. അങ്ങനെയാണ് സുഹൃത്തിന്റെ പേര്. കരത്തിലേക്ക് ഞാൻ വന്നത് ബേസിക്കലി ഹൃദയം ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന്റെ ഓഡിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോൾ അപ്പൊ അതില് ഓഡിഷൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ അഭിനയത്തിന് വിളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ പോയി കണ്ടിരുന്നു, സംസാരിച്ചു. ഫസ്റ്റ് ടൈം ഹൃദയത്തിന്റെ സമയത്ത് അങ്ങനെയാണ് മീറ്റ് ചെയ്തത്. അപ്പൊ അതിലൊരു ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേറെ കുറച്ച് കാര്യങ്ങളോട് നടക്കുന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഏതായിരുന്നു ക്യാരക്ടർ അതില്? അതില് കേദാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. കേദാർ എന്ന ക്യാരക്ടർ. അപ്പൊ അതിനുവേണ്ടി ചെയ്തായിരുന്നു, ബട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ സമയം മുതൽ ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും വർക്ക് ചെയ്യണം, സംഭവം ചെയ്യാം. അപ്പൊ ഞാൻ വെയിറ്റിംഗിലായിരുന്നു ഇതുവരെ. പടം ഇപ്പൊ വരും, നാളെ വരും. ഇതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് എന്റെ ഫസ്റ്റ് കോൾ വരുന്നത്. എന്നിട്ട് പറഞ്ഞു സംഭവം എഴുതുന്നു. അപ്പൊ അതിൽ കുറച്ച് ഫസ്റ്റ് കോൾ വന്നപ്പോൾ ഞാൻ ഗുഡ് ബൈ പടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അതിലൊരു നെഗറ്റീവ് ഷെയ്ഡാണ്, ക്യാരക്ടറാണ്. എല്ലാത്തിലും നെഗറ്റീവാണ്. അതെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിചാരിച്ചു ഓക്കെ ഒരു വേറെ സംഭവമാണ്. ബട്ട് ഈ ക്യാരക്ടറാണ് അടിപൊളിയായിരുന്നു. ശ്രദ്ധേയം ഇപ്പോ അടിപൊളിയായിരുന്നു. ഈ ഹൃദയം ഇറങ്ങിയ സമയത്തെ ഹൃദയത്തിൽ അഭിനയിക്കാത്തത് ഭയങ്കര നഷ്ടമായി പോയി തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിരുന്നല്ലോ ഹൃദയം. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നും നഷ്ടമായി പോയി എന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. ചിലപ്പോ ചില സമയത്ത് ഞാൻ ഓക്കെ എന്ന് വിചാരിക്കും. ആ സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, അയ്യോ എന്തുകൊണ്ട് എന്നുള്ളത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഓക്കെ ആയിട്ട് ഞാൻ കാണാറുണ്ട്. കാരണം മേ ബി ഞാൻ ഹൃദയത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കാട്ടി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ എന്നെങ്കിൽ ഞാൻ മെച്ചുവർ ആയിട്ടുണ്ട് 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് എന്താണ് വേണ്ടത് എന്ന് അതിനെക്കുറിച്ച് അറിയാം. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ ബേസിക്കലി നല്ലൊരു ക്യാരക്ടർ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള കരത്തിൽ ചെയ്ത ഒരു ക്യാരക്ടർ എനിക്ക് ഇതിനേറ്റം വരുമ്പോൾ ഐ തിങ്ക് ദിസ് വാസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. കരത്തിലെ വില്ലൻ കഥാപാത്രം ഈ കൈകളിൽ ഭദ്രാണ്. അങ്ങനെ തോന്നണമെങ്കിൽ വിനീതേട്ടൻ വെറുതെ ഒന്നും അങ്ങനെ തോന്നില്ല. ഒരാളെ അഭിനയിപ്പിക്കണമെങ്കിലും അയാൾക്ക് അത്രയും കാലിബർ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് എന്നെ ഇതിൽ സെലക്ട് ചെയ്തേ, അങ്ങനെ കാത്തിരിക്കുമോ എന്നൊക്കെ ചോദിച്ചല്ലോ, അത് ചോദിച്ചായിരുന്നോ വിനീതേട്ടനോട്?
പിന്നീട് ആ സമയത്ത് ബേസിക്കലി എൻ്റെ ഓഡിഷൻ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഭാഗ്യം ആയിട്ട് ഞാൻ ബേസിക്കലി കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആക്ടർ എന്ന നിലയിൽ പലപ്പോഴും ഒരു ബൂസ്റ്റിംഗ് എലമെന്റ് ഒക്കെ വേണം. അപ്പോൾ വിനീതേട്ടൻ എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും മോറലി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് കോൺഫിഡൻസ് ഒരു ആക്ടർ എന്ന നിലയിൽ. അദ്ദേഹം കഴിഞ്ഞിട്ട് ബേസിക്കലി എനിക്ക് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു ഇത് തന്നെയാണ്, ഫാന്റാസ്റ്റിക് ആക്ടർ, നീ എന്തായാലും കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വർക്ക് ചെയ്യാം, ഐഡിയ കൊണ്ട് പോകും ക്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അതൊരു ബമ്പൻ ബൂസ്റ്റ് ആയിട്ട് ബേസിക്കലി ആരെങ്കിലും ഓൾറെഡി ഭയങ്കര ഹൈയിൽ നിൽക്കുന്ന ഒരാള്, വിനീത് ശ്രീനിവാസനെ പോലെയുള്ള ഒരാള് മെസ്സേജ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ്. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു 2 ഇന്റർവ്യൂലൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോ അതുമായിരിക്കാം one of the reasons why he remembered me. അതെ, അദ്ദേഹം ഭയങ്കര ഹമ്പിളാണ്. അത് മാത്രമല്ല, ഒരാളെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെച്ച് തന്നെ പടം ചെയ്യും. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഇപ്പം നോബിൾ ആണെങ്കിലും ആ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ കഥ ഇഷ്ടപ്പെട്ടിട്ട് 1 വർഷം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തത്. ഇപ്പോൾ ഷാൻ റഹ്മാൻ ആണെങ്കിൽ മ്യൂസിക് കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സുഹൃത്തുക്കളായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്, ആ ഒരു വാല്യൂസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര മീൻസ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യം, അതുമല്ലാതെ ഒരു ഭയങ്കര ഇന്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ലൈഫിൽ. എന്തൊക്കെ ചിന്താഗതിയാണെങ്കിലും സ്വന്തമായിട്ട് നമുക്കൊരു ഇന്റഗ്രിറ്റി എന്നുള്ള ഫാക്ടർ വളരെയധികം മനുഷ്യനാണ്. അപ്പൊ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും ബേസിക്കലി വിനീത് ശ്രീനിവാസന്റെ ഒരു പടത്തിൽ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ വന്നു. ജോമൻ ചേട്ടനാണെങ്കിലും പല സ്ഥലത്തും ബിസിയുണ്ട്, പല ഇതിലുണ്ട്. ബട്ട് വിനീതാണെങ്കിൽ എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഇതിലുള്ള ഞാൻ സംസാരിച്ചാണെങ്കിലും അല്ലാത്തത് എല്ലാവരും they are all very happy to be a part of the team. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും നല്ല പോസിറ്റീവ് രീതിയിൽ കൂടെ കൊണ്ടുപോവുക അല്ലെങ്കിൽ മോറലി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നേച്ചറായിട്ട് ആ മനുഷ്യനുള്ളിൽ. ഈ പടത്തിൽ പോലും ഞാൻ ഫസ്റ്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ഡയലോഗ് ഡെലിവറി നമുക്ക് മാറ്റി പിടിക്കണം, ഇങ്ങനെ രീതിയിലാണ് പറയേണ്ടത്, സംസാരിക്കേണ്ടത്. മലയാളം അറിയാത്ത ഒരാളെ പോലെ സംസാരിക്കുമ്പോൾ ബേസിക്കലി ഞാൻ അങ്ങനെ പറ്റുമോ എന്നൊക്കെ എന്താ പറയാ, അതൊരു ഭയങ്കര ഒരു ടഫ് ടെറൈനാണ്, നമുക്ക് അറിയില്ല, ഭയങ്കരമായിട്ട് പാടിപ്പോവാന്നൊരു സംഭവം. എസ്പെഷ്യലി മലയാളി ഓഡിയൻസിനൊക്കെ അത് അൺനാച്ചുറലായി ഫീൽ ചെയ്താൽ പെട്ടെന്ന് ട്രിഗർ ആവാനുള്ള ഒരു ഏരിയ ആണ്. എനിക്ക് ഏറ്റവും വലിയൊരു അണ്ടർ കോൺഫിഡന്റ് ആയിട്ടുള്ള സമയമായിരുന്നു. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഇതിന്റെ അങ്ങനെ പറഞ്ഞ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ആവുമെന്നുള്ളത്, ബോറിംഗ് ആവുമെന്നൊക്കെ. ആർട്ടിഫിഷ്യൽ ആവുമെന്നുള്ളത് പുള്ളി പറഞ്ഞത്, നീ കാര്യം ചെയ്യുന്നതും പേടിക്കണ്ട, വെറുതെ വാ, ഓഡിഷൻ ചെയ്യാം, പേടിക്കാൻ വേണ്ട, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, എനിക്ക് നിന്നെ എന്തായാലും വേണം ഈ പടം, അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു എന്താ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് എനിക്ക് മാത്രമല്ല അഭിനയിച്ച എല്ലാവർക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യും. നോബിളായിട്ടും പോലും ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ഹിസ് ബിഗ് ഫിലിം. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹീസ് ഓൾസോ അണ്ടർ ട്രെമൻഡസ് പ്രഷർ. എന്നെക്കാട്ടിന്നല്ല, പുള്ളിയും ഹൈ ലെവൽ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ, ഹീസ് എ റൈറ്റർ ഓഫ് ദ ഫിലിം. അപ്പൊ എല്ലാത്തിലും റൈറ്റിംഗ് എന്ന നിലയിലാണെങ്കിൽ ആക്ടർ എന്ന നിലയിലാണെങ്കിലും ഹി ഹാസ് ടു ക്യാരി ദ എൻറ്റയർ ഫിലിം. ഹീസ് അണ്ടർ ട്രെമൻഡസ് പ്രഷർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും വിനീതേട്ടൻ and others, but he was there. വൈകിട്ട് ടൈം എടുത്തിട്ടാണെങ്കിൽ സംസാരിക്കാനാണെങ്കിലും ഒരു ബ്രദർ ആണെങ്കിലും ഒരു ഫ്രണ്ട് ആണെങ്കിലും he was there too. That was amazing. അപ്പോൾ ഈ മലയാളം അറിയാത്ത ഒരാൾ മലയാളം സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ആ രസം ഇതിലും വന്നിട്ടുണ്ട് വിഷ്ണു അഭിനയിച്ചപ്പോൾ. അപ്പോൾ ഈ മലയാളം നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അറിയാത്ത പോലെ സംസാരിക്കാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു? ഞാൻ മീൻസ് നമുക്കിത് മാക്സിമം 100% കോൺഫിഡൻസിൽ പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചു, എനിക്ക് ആകെയുള്ളൊരു പ്രശ്നമല്ല, എനിക്ക് അറിയാവുന്നത് എന്നെ അറിയുന്നവർ, എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയുന്നവർക്ക് ബേസിക്കലി ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്തായാലും ഒരു എന്താ ഇങ്ങനെ എന്ന് തോന്നാം എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാം. ഐ വാസ് ജസ്റ്റ് വണ്ടറിങ്, ഈ ഒട്ടും അറിയാത്ത ഒരാള് ഞാൻ മലയാളിയാണോ അല്ലയോ എന്ന് അറിയാത്ത ആളുകൾ കേൾക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും ഇതൊരു ബാഗ് അടിക്കരുത് എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പല സ്ഥലത്ത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഉണ്ട്, ഡൽഹിയിലൊക്കെ പഠിച്ചവര്,
അവര് എന്താ പറയാ മലയാളികളാണ്, പക്ഷെ ഡൽഹിയിൽ വളർന്നവരാണ്. അപ്പൊ അവരോട് മലയാളം എങ്ങനെ സംസാരിച്ചു? അവർക്ക് മോസ്റ്റ്ലി ഇങ്ങനത്തെ സംസാരിക്കുമ്പോൾ നല്ലോണം മലയാളി എല്ലാം നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ വേർഡ്സ് കുറെ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇവരോട് ഫോൺ വിളിച്ച് സംസാരിക്കും, റെക്കോർഡ് ചെയ്യും, ഫുൾ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യും. അവര് പറയുന്നത് വീണ്ടും വീട്ടിട്ട് ഏതൊക്കെ വേർഡ്സിലാണ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലാ പറയാൻ പറ്റില്ല, വാ പറയാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ എടുത്തിട്ടിട്ടാണ് പിന്നെ കോൺഫിഡൻസിൽ അവരിൽ നിന്ന് പഠിച്ചു മലയാളം അറിയാത്ത ഒരാൾ. അപ്പം ശരിക്കും ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ചെണ്ടമേളം വന്നത് ശരിക്കും ഈ സിനിമ മൊത്തം എന്താ പുറം രാജ്യത്താണ് ഷൂട്ട് ചെയ്തത്, ജോർജിയയിലാണോ? അപ്പൊ അതുകൊണ്ടാണ് ഈ മ്യൂസിക്കിൽ ചെണ്ടമേളമൊക്കെ ആഡ് ചെയ്തത്. അത് നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? പറഞ്ഞ പോലെ എല്ലാ സാധനത്തിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള ഓഡിയൻസ്. നമ്മള് ഒരു ക്രിയേറ്റീവ് ഒരു ചോയ്സ് ആണ് നമ്മള് ഒരു ഡയറക്ടർ ആണെങ്കിലും ഒരു മ്യൂസിഷ്യൻ ആണെങ്കിലും ഇടുന്നത്. അപ്പൊ ഒരു സാധനത്തിൽ നമ്മളൊരു സ്പെസിഫിക് മ്യൂസിക് ഇട്ടാല് നമ്മൾ കാണുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ആ സീൻ പുറത്തു വരേണ്ടത് എന്നുള്ള നമ്മുടെ ഒരു ഐഡിയയിൽ അവരിട്ടൊരു സംഭവം. ഈ സംഭവം എന്നോട് കുറച്ചുപേര് വർക്കായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുപേര് നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നതൊരു ടേസ്റ്റ് ഫാക്ടറാണ്, ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മളത് ഇടുമ്പോഴും ബേസിക്കലി വിചാരിച്ച ഒരു ഇന്ത്യൻ എലമെന്റ് അതില് ഉണ്ടാവണം എന്നുള്ള ഒരു കേരളീയരാണ് അവിടെ പോയിട്ട് അത് സംഭവം വരാനാണ് ഇടണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അത് ഷാൻക്കും പറഞ്ഞു. അങ്ങനെ ഒരു ഫീൽ വരുത്താൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഇപ്പൊ ഔട്ട് നോക്കിയാൽ പോലും പുറത്തുള്ളവര് കണ്ടിട്ട് ഈ കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയത് അങ്ങനത്തെ എലമെന്റ്സ് ഇഷ്ടപ്പെട്ടു എന്നാണ്. അത് നമ്മളിപ്പോ കുറെ കാലമായിട്ട് പുറത്തുപോയി താമസിച്ചു, നമ്മൾ മലയാളിയാണെങ്കിൽ കുറെ കാലം താമസിച്ചു. നമുക്ക് എന്തായാലും ഒരു പേഴ്സണൽ ബിലോങ്ങിങ് അവിടുന്ന് കിട്ടണമെന്നുണ്ടാവും. അങ്ങനെ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോ വേറെ രീതിയിലായിരിക്കും അവർ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ഉള്ളത് ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും. അതെനിക്ക് തോന്നുന്നു ടേസ്റ്റ് ഡിഫറൻസ് ആണ്. ചിലവർക്ക് അശ്വന്ത് വക്കിന്റെ റിവ്യൂ കണ്ടിരുന്നോ? അശ്വന്ത് വക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിഞ്ചസിയാന്ന് പറഞ്ഞ് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ആ റിവ്യൂവിനെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ സ്വപ്നമാണ്, നമുക്കത് ഒന്ന് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, സിനിമയെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. എന്നാലും ആ റിവ്യൂസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അതിലേറ്റവും നല്ലത് ആകെ പറഞ്ഞത് വിഷ്ണുജി വാര്യറിനെ കുറിച്ചാണ്. നടൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ വില്ലന് പറ്റാത്തപ്പോഴാണ് നായകൻ അടിച്ചിടുന്നത്, അല്ലെങ്കിൽ വേറെ ഏതോ സിനിമയെ പോലെ തോന്നിക്കുന്നു. ആ ഒരു നല്ലത് പറഞ്ഞു, വിഷ്ണുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞു, പക്ഷെ സിനിമയെക്കുറിച്ച് എൻ്റയർലി മോശം പറഞ്ഞു. ആ റിവ്യൂവിനെ കുറിച്ച് എന്താണ് അപ്പം കേട്ടപ്പോൾ എല്ലാവരും എങ്ങനെയാണ് അത് കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പടത്തിനെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ആര് പെർഫോം ചെയ്തു, ആര് പെർഫോം ചെയ്തിട്ടില്ല, ടെക്നിക്കാലിറ്റീസ് എങ്ങനെയുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു പടത്തെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ്. ഫസ്റ്റ് ഓവറോൾ ആയിട്ട് ഇങ്ങനെ പടം ആളുകൾ ആസ്വദിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞപ്പോ ഓഫ്കോഴ്സ് കേട്ടപ്പോ ആസ് എ പാർട്ട് ഓഫ് ദ ടീം എനിക്ക് വിഷമം തോന്നുന്നു. തീർച്ചയായിട്ടും പലർക്കും അങ്ങനെ ശരിയായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഫീൽ. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ പേഴ്സണൽ ഇതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട. പക്ഷെ അത് അങ്ങനെ വെട്ടിത്തുറന്ന് പറയുമ്പോൾ മറ്റു കാണാനിരിക്കുന്നവർ പോലും ചിലപ്പോൾ അത് കാണില്ല. ഒരുപാട് കമന്റുകൾ അതിൽ നെഗറ്റീവായിട്ടുണ്ട്. പിന്നെ വിനീതേട്ട നമുക്ക് അത് വേണ്ട, ചെന്നൈയിലേക്ക് തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനത്തെ കമന്റ്സുകൾ ഒരുപാട് വന്നിരുന്നു. അപ്പൊ ഒരുപാട് പേര് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഞാനാണെങ്കിൽ പോലും പല പടങ്ങളും പെട്ടെന്ന് റിവ്യൂസ് കേൾക്കുമ്പോൾ എന്താ പറയാ, ഫസ്റ്റ് 4-5 റിവ്യൂ പറഞ്ഞാൽ ഞാൻ ആലോചിക്കും പോകണം വേണ്ടിയോ. അപ്പോ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്ര സംസാരിച്ചാലും ബേസിക്കലി എനിക്ക് തോന്നുന്നില്ല പല സംഭവങ്ങളും നമ്മുടെ കയ്യിലാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ പറയുന്നത് ലീഗലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു മോർ ദാൻ റിവ്യൂവേഴ്സ്, വ്യൂവേഴ്സ്, ആളുകൾക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും റിവ്യൂസ് കേൾക്കുകയാണെങ്കിൽ പോലും സ്വന്തമായിട്ട് പല സിനിമകളും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എത്തണം എന്നുള്ളത്, അങ്ങനെ ഒരു വളർച്ച എനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ടാവും. യു ക്യാൻ ഓഫ് കോഴ്സ് ഹിയർ അതർ തിങ്സ്, ബട്ട് പേഴ്സണലി നമുക്കൊരു ഒപ്പീനിയൻ കണ്ടു കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ള.
ഞാനാണെങ്കിലും റിവ്യൂ കാണാതെയാണ് എല്ലാ സിനിമയും കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ റിവ്യൂ നല്ലൊരു ഐഡിയ ആണ്. എന്ന് വെച്ചാൽ അതിൽ ഒന്നും വായിക്കുകയില്ല. എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കേട്ടിട്ടല്ല, നമുക്ക് എന്താണോ തോന്നുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ 1-2 പേരോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് റിവ്യൂ പോലും കാണാറില്ല എന്നുള്ളത്. അപ്പൊ അത് നല്ലൊരു ഐഡിയ. നമ്മളിങ്ങനെ ഞാനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടീമേറ്റ്സ് ആയിട്ട്. ട്രെയിലറെ ഇറക്കാൻ ഒരു പടമാണ്. ഒന്നും അതിനെക്കുറിച്ച് അറിയാണ്ട് വേറൊരു പടമാണ്. റിവ്യൂ ഇടുന്ന ആൾക്കാർ റിവ്യൂ പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി ഒന്നും അറിയാത്തൊരു പടം കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതെ, ബട്ട് ഓഫ് കോഴ്സ് അത് തീർച്ചയായും അങ്ങനെ ഉള്ളതും കുറച്ച് നല്ലതാണ്. അപ്പോൾ ഇനി പടം കാണുന്നവർ ശരിക്കും പറഞ്ഞാൽ റിവ്യൂ അധികം കാണാതെ പോയി പടം കാണുക. കരം കാണാത്തവരാണേലും റിവ്യൂ കാണാതെ പോയി കാണുക. കരത്തിൽ ബേസ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടംപോലെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെയധികം പോസിറ്റീവ് ഫീഡ്ബാക്ക് പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പുറത്തുനിന്നാണെങ്കിലും എനിക്കാണെങ്കിലും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഫീഡ്ബാക്ക് പല രീതികളിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിയേറ്റർ വിസിറ്റ്സ് കുറെ നടത്തിയിട്ടുണ്ടായിരുന്നു. പല തിയേറ്ററിലും റെസ്പോൺസ് ആണെങ്കിലും ആളുകളാണെങ്കിലും ഒക്കെ വളരെ നന്നായി വന്ന് പറഞ്ഞു. അപ്പൊ there is a specific audience who is liking the film. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ നിങ്ങൾ തന്നെ കാണണം, പോയിട്ട് എന്നിട്ട് ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് അഭിപ്രായം പറയാം, സ്വന്തം അഭിപ്രായം പറയാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലൊരു ഏരിയ ആയി. ശരിക്കും അതിലെ ക്യാരക്ടർ ജോക്കർ ഇല്ലേ, നമ്മളെ ജോക്കറിന്റെ ഒരു പിന്നെ എന്താ പറയുക ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ നമുക്ക് മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വിശാഖ് നായർ അങ്ങനെ തോന്നിയായിരുന്നു. ഇതിൽ പക്ഷെ ശരിക്കും എനിക്ക് വിഷ്ണുവിനെയും കുറച്ച് എന്തൊക്കെയോ ഒരു ഇത് തോന്നി. അതുപോലെയാണെന്നല്ല, അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിൽ നോക്കിയാൽ ഗുഡ് ആണ്. നല്ലൊരു ക്യാരക്ടറുമായിട്ട് അങ്ങനെ ഒരു തോന്നുന്നുള്ള സംഭവം. ഞാൻ അങ്ങനെ ജോക്കർ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ച് റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്യാരക്ടർ റെഫറൻസ് അല്ല, ഞാൻ 4-5 ഡിഫറെന്റ് തരം ക്യാരക്ടറെ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം. അപ്പൊ എനിക്ക് ഇതിൽ കിട്ടിയപ്പോ ബാറ്റോന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ള ഡിസ്കഷനിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വിനീതൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്ന് ഹീസ് ലൈക്ക് ഇൻക്രെഡിബ്ലി ഇറിറ്റേറ്റിംഗ് ആണ്. അതെ, അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ 2 വേർഡ്സ് ആണ് എനിക്ക് ആദ്യം തന്നത്. ഇതാണ് ബാറ്റോന്റെ, ബാക്കി അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഇത് രണ്ടും വരണം ഒരേ സമയത്ത്. ഒരു സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ കുട്ടികളെ കളിച്ചടക്കുന്ന പെട്ടെന്ന് അതെ, പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് മാറുന്നു, കണ്ണുകൾ മാറുന്നു. അങ്ങനെ ഒരു രീതിയിലാണ്. ഞാൻ കുറെ അവിടെ നിന്ന് റെഫറൻസ് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പടത്തിൽ ഇപ്പൊ JK എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ പ്രേമം ഭയങ്കര എനിക്ക് പേഴ്സണലി ഇവിടെ പോയാലും അങ്ങനെ കുത്തിക്കരി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഇതിന് റെഫറൻസ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നോക്കിയാല് വേറെ 2-3 പടങ്ങളിൽ ഇപ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ഫ്രീക്ക് അങ്ങനെ സംഭവങ്ങൾ, ജാക്ക് സ്പാരോ അതിലത്തെ ഒരു മനുഷ്യന് ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതേപോലെ നമ്മുടെ സ്കാർഫേസ് എന്ന് പറഞ്ഞ മൂവിയുണ്ട്, അതില് പുള്ളിക്കാരൻ ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ടോണി ഇങ്ങനെ 4-5 ക്യാരക്ടർ എടുത്തിട്ട് എവിടുന്നൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അതിന്റെ ഉണ്ടാവാം, ജസ്റ്റേഴ്സ് ഉണ്ടാവാം എന്നുള്ളതൊക്കെ സ്വന്തമായിട്ട് തോന്നിയ സംഭവമാണ് ചെയ്തത്. മൊത്തം നമ്മള് റെഫറൻസ് നോക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. എവിടുന്നൊക്കെയാണ് എന്തൊക്കെ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇയാളെയും കാണിപ്പോ JK ഇപ്പൊ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് JK ഇറിറ്റേറ്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ബാറ്റോന്റെ ക്യാരക്ടറിൽ സുഹൃത്തെ സുഹൃത്തെ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ്. അത് ആ നായകനും ഇറിറ്റേറ്റ് ചെയ്യുന്നത് ആ വിളി തന്നെയാണ്. അത് ആക്ച്വലി സുഹൃത്തെ എന്നുള്ള വിളിയുടെ ഏറ്റവും വലിയൊരു ഒരു കോൺട്രാസ്റ്റ് ഐറണി എന്ന് പറഞ്ഞത് സുഹൃത്തല്ല, അതാണ് അതിന്റെ മെയിൻ. അവന് നോബിൾ ദേവിനെ ബേസിക്കലി ഇവനൊരു സുഹൃത്തായി കാണുന്നില്ല. അവിടെയാണ് അത് ഇറിറ്റേറ്റിംഗ് ആണ്. അവിടെയാണ് അപ്പൊ ആ സുഹൃത്ത് എന്നുള്ള വിളിയേക്കുമ്പോ ദേവിന് ബേസിക്കലി മനസ്സിലാവണം ഇതൊരു കള്ള വിളിയാണ്, സത്യസന്ധതയുള്ള ഒരു വിളിയല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോഴാണ് അത് ഇറിറ്റേറ്റിംഗ്. അപ്പൊ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. അതാ ബാറ്റോ വിജയിച്ചിട്ടുമുണ്ട്. ആ വിളിയില് ശരിക്കും പറഞ്ഞാൽ ദേവ് അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ എല്ലാ സിനിമകളിലാണേലും ഫൈറ്റിനും ഈ ഓട്ടത്തിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. സ്പോർട്സ് പ്ലെയർ ആയതുകൊണ്ടാണോ? അതായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ എല്ലാതരം ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഇൻട്രസ്റ്റ് ഉള്ളൊരു മനുഷ്യനാണ്.
എല്ലാം ആവറേജ് ആയി കളിക്കുന്നത് അങ്ങനെ ഒരാളാണ്. അപ്പൊ എനിക്ക് ഫിസിക്കലിനോട് കുറച്ച് പണ്ട് മുതലേ ഒരു ആഗ്രഹവും നല്ല ഓട്ടക്കാരനാണ്. ജീവിതത്തിലെ ഓട്ടക്കാരനാണ്. പക്ഷെ അങ്ങനെയാണ് ഞാൻ അപ്പോ മാർഷൽ ആർട്സ് ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും. അപ്പൊ ഏതാണ് ശരിക്കും പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നില്ലേ? പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ. പക്ഷെ കുറെ കാലം മുമ്പാണ്. പ്രൊഫഷണലായി കളിച്ചിട്ട് പിന്നെ എന്താ ക്രിക്കറ്റ് വിട്ടത്? വിടാന്ന് പറഞ്ഞാൽ അതിന് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സൂൺ ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളും സംഭവങ്ങളൊക്കെ അവിടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല അത്രയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി മേ ബി ആ സമയത്ത് ഞാൻ ക്രിക്കറ്റ് മുമ്പോട്ട് കൊണ്ടുപോയാലും ആവില്ല എന്നുള്ള വിചാരം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു പാഷന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. ഇപ്പോഴും പാഷനേറ്റഡ് ആണ്. നമുക്കൊരു ശ്രീശാന്തിനെയും സഞ്ജു സാംസണിനെയൊക്കെ കിട്ടുമായിരുന്നു അതുപോലെ. അല്ല എന്നാലും ബയോ തന്നെ ഫോർമൽ പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയറിന് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നല്ല ആ ഒരു ഫിസിക്കായാലും ഇപ്പോൾ ഓട്ടോ ആയാലും എല്ലാം ഒരു എന്താ പറയുക, സ്പോർട്സ് പ്ലെയറിന് വേണ്ട എല്ലാ ഗുണവും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പ്ലെയർ നല്ലൊരു ഓട്ടക്കാരനായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവരായാലും ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഫുട്ബോൾ കളിക്കാറുണ്ട്, പക്ഷേ പ്രൊഫഷണൽ അല്ല. കളിക്കാറുണ്ട്, ഒരുവിധം നല്ലോണം കളിക്കാറുണ്ട്. എല്ലാം അത് തന്നെ, ഒരുവിധം എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട്. അത് അഭിനയത്തിലും ഗുണമായി. അപ്പൊ ഈ ഇതിൽ തന്നെയാണെങ്കിലും കരത്തിലായാലും ഫൈറ്റിലാണെങ്കിലും ഒരു പ്രത്യേകതരം ഫൈറ്റ് ഒന്നും വീഴാതെ നമ്മൾ ഈ കരാട്ടെ അതൊക്കെ കരാട്ടെയൊക്കെ കളിക്കുന്നത് പോലെയാണ് ആ ഒരു ഫൈറ്റിൽ തന്നെ നല്ലൊരു രസമുണ്ട്. ആ മൂവ്മെന്റ്സ് ആയാലും ഒക്കെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? കളരി, കരാട്ടെ, അങ്ങനെ എന്തൊക്കെയാണ്? ചെറിയ ചെറിയ കോഴ്സായിരുന്നു. തിയേറ്റർ പഠിക്കുന്നത് എല്ലാ മാർഷൽ ആർട്സും എനിക്ക് കുറച്ചായിട്ട് അറിയാം. ഇൻഡെപ്തായിട്ട് ഒരു സ്പെസിഫിക് ആർട്ട് ഫോമിലേക്ക് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഫൈറ്റ് ഫോമിലേക്ക് നോക്കിയിട്ടില്ല. കാലിസ്തനിക്സ് ആസ്പെക്ട്സ് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 2-3 years ആയിട്ട് ഞാൻ ബോംബെയിൽ ബോൺ ഫൈറ്റ് ആക്ഷൻ ഡിസൈൻ പ്രദീപ് പരമാർ എന്ന് പറഞ്ഞിട്ട് മാർഷൽ ആർട്ടിസ്റ്റ് പുള്ളിക്കാരുടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. 2-3 years ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. എനിക്ക് ബേസിക്കലി 2-3 years എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, പക്ഷെ ബ്രേക്ക് ഉണ്ടാവും, ഇടയ്ക്ക് പോയി വരും. പക്ഷെ ഒരു ഫ്ലോയിൽ ലൈഫിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. എനിക്കിത് ഇപ്പോഴാണ് ഇൻട്രസ്റ്റ് ഉണ്ട്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ കരാട്ടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വിട്ടു പോയി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കാലിസ്തനിക്സിനോടും ആക്ഷനോടൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി കുറച്ചു കൊല്ലം. അപ്പൊ ആ ഒരു ബേസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും ബേസിക്കലി സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാനും ശ്രമിച്ചു. ഇതില് ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ആക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഓറിയന്റഡ് ചെയ്യാമെന്നുള്ള ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് കൂടുതൽ കഴിഞ്ഞ 6 months ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ ബേസിക്കലി ഒരു ഫോർ എക്സാമ്പിൾ ചാടി എഴുതെങ്കിൽ ഒരു അതിന് വേണ്ടിയിട്ട് പഠിച്ചെടുക്കാം. ട്രൈ ചെയ്ത് എന്തൊക്കെ ഏതെങ്കിലും അങ്ങനെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് നായകനെക്കാളും കൂടുതൽ വില്ലന്റെ ഫൈറ്റാണ് എന്താ പറയാ മുന്നിട്ട് നിൽക്കുന്നത്. കാരണം വില്ലൻ ഒന്ന് തളരുമ്പോഴാണ് നായകൻ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇത് എഴുതുമ്പോഴും ബേസിക്കലി വൺ തിങ് ഹി വാസ് ഷുവർ അബൌട്ട് ഇസ് ലൈക്ക് ഇത് പുള്ളിയുടെ ജേർണി ആണെങ്കിൽ, ദേവിന്റെ ജേർണി ആണെങ്കിൽ, ദേവ് ഇസ് നോട്ട് എ സൂപ്പർമാൻ ഹീറോ ആയിട്ട് മനുഷ്യനാണ്. അപ്പോ അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ഡേഞ്ചർ വരുന്ന സമയം വരെയുള്ളൂ നമുക്ക് പറ്റില്ല എന്നുള്ള തിങ്കിങ്. അതിൽ നിന്നാണ് ബേസിക്കലി എൻറ്റയർ സ്റ്റോറി ഉണ്ടാവുന്നത്. അപ്പോൾ ദേവ് അത് ഈ ഫൈറ്റിൽ മാത്രമല്ല, വേറെ ഫൈറ്റിലൊക്കെ നമുക്ക് കാണാം. ദേവ് മാത്രം അടിച്ചിട്ട് എല്ലാരെയും പറത്തിയിട്ട് ഹീറോ ആയിട്ട് വരുന്ന മൂമെന്റ്സ് അല്ല. എല്ലാത്തിലും പുള്ളിക്കൊരു ഔട്ട്സൈഡ് ഹെൽപ്പോ സംഭവം അങ്ങനെ പല സ്ഥലത്തും നായികമാര് തന്നെ സഹായിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പൊ അതൊരു ക്രിയേറ്റീവ് ആയിട്ട് എടുത്ത ഡിസിഷൻ ആയിരുന്നു. He wanted to make sure that it's not a film about only himself. ഹീറോയിന് വേണ്ടി മാത്രം എഴുതിയ പടമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഫൈറ്റ് അതിന് യൂണിവേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാം. അപ്പൊ ഈ ഫൈറ്റിൽ എനിക്ക് തോന്നുന്നു ബാറ്റോ മുന്നിട്ട് നിൽക്കണം എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രണ്ടുപേരുടെ ചോയ്സാണ്. എടുത്ത ചോയ്സാണ്. ഇവനെ അടിച്ചിരുന്നെങ്കിൽ വെറും ശക്തി അല്ലാതെ വേറെ ഒന്നും തരത്തില്
ദൈവം ആലോചിക്കണം. അവനെന്തെങ്കിലും ഡീമെറിറ്റും കൂടി വേണം, വേണം. ഇപ്പൊ ഫിസിക്കലി ആണേലും ആ, അങ്ങനെ മാത്രമേ പറ്റൂന്ന്. ഒരു ചോയ്സ് എടുത്തതാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു എന്റെ ക്യാരക്ടറിനാണ് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയി. മറ്റുള്ള ഒരു എങ്ങനെയാണ് ഒരു ഓറ ആ ക്യാരക്ടറിന് വരുന്നതെന്ന് വെച്ചാൽ കൂടെ വരുന്ന ഒരു ക്യാരക്ടറിന്റെ അപ്പ് ആൻഡ് ഡൗണിലും കൂടെയാണ്. അതെ അതെ. So, ഇപ്പൊ വില്ലനിസത്തിൽ മിന്നി പറയുന്ന വിവിധ ഭാവങ്ങളുണ്ട്. അത് നമ്മള് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വരുവാണെങ്കിൽ അതിലൊരു സൈക്കോയെ പോലെ തോന്നും നമുക്ക്. ശരിക്കും പറഞ്ഞാൽ മരണം ആസ്വദിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര്, അതാണ് ഫസ്റ്റ് സീനിൽ തന്നെ കാണിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വരുന്നത്? ആദ്യ സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുവാണ്, അതിലേക്ക് വരാം. അതിന് മുമ്പ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ കുറിച്ച്. ഓഫീസർ ഓൺ ഡ്യൂട്ടി അന്വേഷിപ്പിൻ കണ്ടെത്തും ഞാൻ ചെയ്തപ്പോൾ അതില് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ദിലീപ്, അദ്ദേഹം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്തത്. അപ്പൊ അദ്ദേഹമാണ് എനിക്ക് ബേസിക്കലി എന്നെ ഈ ഒരു പടത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ ക്യാരക്ടർ ആളെ ആ പണ്ട് ഫിക്സ് ചെയ്തിരുന്നു. ബട്ട് പുള്ളിക്ക് എന്തോ ഒരു വേറെ കമ്മിറ്റ്മെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബേസിക്കലി ദിലീപേട്ടനെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ കണ്ടു, അവരോട് സംസാരിക്കും, ഞാൻ അവരെ റെഫർ ചെയ്യും. അങ്ങനെയാണ് സംസാരിച്ചത്. എന്നിട്ട് സംസാരിച്ചു. അപ്പൊ അവർക്ക് ഓൾറെഡി അന്വേഷണം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് വേണ്ടത് എന്നുള്ളത്. പക്ഷെ അവർക്ക് ഇഷ്ടമായി, ഓക്കെ ഇൻട്രസ്റ്റ് ആണ് ചെയ്യാമെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. സോ ഇറ്റ് വാസ് ഓൾ അന്വേഷണം കണ്ടെത്തുന്നത് കൊണ്ടാണ് എനിക്ക്. അതെ അതെ. അപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തുവാണ് ഫസ്റ്റ് മൂവി. അപ്പൊ അതിൽ തന്നെ നല്ല ചെമ്മാച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞ ആ സിനിമ മുതൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഇയാളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് കണ്ടു. അപ്പം അതിലാണെങ്കിലും നല്ല ക്യാരക്ടറാണ് ലഭിച്ചത്. ഫസ്റ്റ് ഒരാൾക്ക് മലയാളത്തിൽ ലഭിക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടർ അല്ലേ? ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാം നമ്മുടെ ലൈഫിലൊരു ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ലക്കി പോയിന്റ്സ് അല്ലെങ്കിൽ ലക്കി മൊമെന്റ്സ് വരുമ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് പലപ്പോഴും. ഞാൻ അതിനു മുമ്പ് മേഘ എന്ന് പറഞ്ഞ ഫിലിമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹിന്ദിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിൽ എനിക്ക് വേറെ സുഹൃത്തുണ്ട്, പുള്ളിക്കാരിങ്ങനെ കോഴിക്കോട് കലോത്സവം നടത്തുന്ന ഒരു സമയത്ത് നാട്ടിൽ വന്നപ്പോ അവനവിടെ ഇട്ടു. അപ്പോ നീ വെറുതെ വന്ന് കുറെ കാലം കണ്ടിരുന്നു ചോദിച്ചു. ഞാൻ അങ്ങനെ പോയതാണ്. എവിടെ, കൊച്ചിയിലാണോ? അല്ല, കോഴിക്കോട് കലോത്സവം നടന്നു. ഞാൻ വയനാട്ടിലായിരുന്നു. അപ്പോ സൻലേഷ് എന്ന് പറഞ്ഞ കക്ഷി അങ്ങനെ എഴുതിയത് കുറെ കാലമായി നമ്മൾ മീറ്റ് ചെയ്തിട്ട്. നീ ആ വയനാട്ടിൽ കൊണ്ട് പോകാൻ ഞാൻ പോയതാ. അപ്പോ അവനെ കാണാൻ പോയി, അവിടെ എത്തി. അപ്പോഴാണ് ബേസിക്കലി ഈ അന്വേഷണം കണ്ടെത്തുന്നത് വർക്ക് ചെയ്യുന്ന ഒരാൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്നത്. മീറ്റ് അവിടെ ചെയ്ത് ജസ്റ്റ് സംസാരിച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോ? സിനിമ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എന്താ പറയാ, നമ്മുടെ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. എന്റെ ക്യാരക്ടർ ആണെങ്കിലും എന്റെ കൂടെ അഭിനയിച്ച ഉഷാസിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വളരെ ചെറിയ കുട്ടികളായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. 18 years 17 years. അപ്പോ അന്ന് കലോത്സവത്തിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ട് അതിൽ നിന്നൊരു കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നത്. അപ്പൊ നമ്മൾ ഫുൾ കണ്ടു, എന്നിട്ട് പോയി. പക്ഷെ പിന്നെ സ്ക്രിപ്റ്റ് കുറെ മാറി, പേജ് കുറച്ച് അങ്ങനെയാണ് അവൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ആ സമയത്ത് റാൻഡമായിട്ട് പോയി പരിചയപ്പെട്ട ഒരാളാണ് ഇതിലേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, വിവേക് എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ഡയറക്ടറിലേക്ക് വന്നത് പിന്നെ ഉണ്ടായിരുന്നു. മിലിന്റെ വേറെ എന്തൊക്കെയോ കമ്മിറ്റ്മെന്റ്സ് ആയിട്ട് വേറെ സംഭവം കിട്ടി. അപ്പൊ ഞാൻ വീണ്ടും പോയി എൻറ്റയർ പ്രൊസീജിയർ ഒന്നും കൂടെ ചെയ്തു. ഓഡിഷൻ പരിപാടികളും സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ ചെയ്തിട്ടാണ് കാസ്റ്റിംഗ് ആയത്. അപ്പൊ ജസ്റ്റ് ആ ഒരു ദിവസത്തെ മീറ്റിംഗിലാണ് എനിക്ക് തോന്നുന്നു അവിചാരിതമായിട്ട് പോയത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഡാർവിനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് വേണ്ടത്. പറഞ്ഞതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറയത്തൊക്കെ ഒന്നും പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന ഒരു ന്യൂ കമർ ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്യാരക്ടറാണ്. അതെ, ഒരു സമയത്ത് ലീഡ് ചെയ്യുന്നത് തന്നെ ചെമ്മാച്ചൻ എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ടൈം വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ഉണ്ടാവണം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണെങ്കിലും അദ്ദേഹം എന്നെ കൊണ്ട് ഫുൾ ഓഫ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമെങ്കിലും അദ്ദേഹത്തിന് വേണം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു റിസ്ക് എടുത്ത് എനിക്ക് തന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ആ വിശ്വാസം എങ്ങനെ കൊടുക്കാൻ പറ്റി? ഓഡിഷനിലൂടെ തന്നെയല്ല ഞാൻ ചെയ്തതൊക്കെ, ഓഡിഷനിലൂടെ തന്നെയാണ്. അവിടെ പോയി ഞാൻ 2-3 ടൈം ഓഡിഷൻസ് വേറെ വേറെ തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായി എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആ സിനിമ കണ്ടപ്പോഴും കുറച്ചു നേരം ഉള്ളെങ്കിൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണത്.
അത് മാത്രമല്ല അതിലെനിക്ക് ടൊവിനോ തോമസിന്റെ കൂടെ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ വിലങ്ങിട്ട് കൊണ്ടുപോകുന്നതും അതിൽ ഒരുപാട്, അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറഞ്ഞാൽ ജയിലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടൊവിനോ പുറത്ത് ഇങ്ങനെ കാവലിരിക്കുമ്പോൾ ആ ഒരു ഷോട്ടും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉറങ്ങിപ്പോകുന്നു, അപ്പം പിന്നെ നോക്കുന്നു അവിടെ ഉണ്ടോ. എങ്ങനെയുണ്ടായിരുന്നു ടൊവിനോ ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ എടുക്കുമ്പോൾ? അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈം ടോവിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. ഫസ്റ്റ് മൂവി തന്നെ ടൊവിയുടെ കൂടെ. ടോവി ഉള്ളതുകൊണ്ടാണ് എനിക്ക് പല അതിലത്തെ സീൻസും എനിക്ക് പേഴ്സണലായിട്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആ ചേസ് ആണെങ്കിൽ, ചേസ് ആകുമ്പോൾ ഞാൻ ഓടുന്നത് നല്ല ഫുൾ ഫാസ്റ്റ് ആയിട്ടാണ്. ടോവിക്ക് എത്താൻ പറ്റുന്നില്ല. ടോവി ആയതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അല്ലാതെ വേറെ ആളായിരുന്നെങ്കിൽ മേ ബി അങ്ങനെ ഒറിജിനലി എനിക്ക് ഓടാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും തരത്തിൽ കുറക്കണായിരുന്നു അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അതിനൊന്നും പുള്ളിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആളുള്ളത് കൊണ്ടാണ് എനിക്ക് ആ സമയത്ത് പലതും ചെയ്യാൻ പറ്റുക. കാരണം ഫസ്റ്റ് ടൈം പല സ്ഥലത്തും ഇതില്ല എന്ന് പറഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതില് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആ പടത്തിൽ നമുക്ക് രണ്ടുപേർക്കും ആക്ഷൻ സീൻസ് ആണെങ്കിൽ ഓട്ടത്തിനൊക്കെ ആണെങ്കിൽ ഒരു ഡ്യൂപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഡ്യൂപ്പ് ഉണ്ടായിരുന്നു. ഓട്ടത്തിന് ഇതുണ്ടായിരുന്നില്ല, പക്ഷെ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആ ലോറിന്റെ മേലെ പോയി ചാടി ഫസ്റ്റ് ഡ്യൂപ്പ് ചെയ്തു. രണ്ടുപേർക്കും ഡ്യൂപ്പാണ് ചെയ്തു. അവര് ചെയ്തു കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ മനസ്സിൽ ഡ്യൂപ്പ് വേണ്ടായിരുന്നു. സ്വന്തമായിട്ട് ചെയ്യാം, എന്തായാലും ചെയ്യണം. പക്ഷെ അത് നമ്മുടെ ഒരു പൊസിഷനിൽ മാത്രമാണ് പറയുന്നത്. ആക്ടർ എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അറിയും. പക്ഷെ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീം, ഞാൻ അതിന്റെ മേലെ കൂടെ ചാടി ഒന്ന് കാലത്തേക്ക് വീഴാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ സ്റ്റോപ്പ്, എന്റെ ഷൂട്ട്സ് അപ്പൊ പിന്നെ നമുക്ക് ബാക്കിയൊന്നും ബാക്കിയായിരിക്കും. അതാണ് ഇമ്പോർട്ടന്റ്. റിസ്ക് എടുക്കില്ലല്ലോ അവരല്ലേ, അതുകൊണ്ട് ആ ഒരു ഓട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാം കോടതിയിൽ നിന്നൊക്കെ ചാടി പറഞ്ഞു. അതെ, അതൊരു റിസ്ക് ആയതുകൊണ്ട് അവര് എടുത്തു വെച്ചതാണ്. ടോവി വന്നിരുന്നു, ടോവി ആവട്ടെ കണ്ടു, രണ്ടുപേരെയും കണ്ടു. ടോവി വന്നിരുന്നു, അത് ടോവി അത് നോക്കി പറഞ്ഞു. ഞാൻ ഇരിക്കുന്നുണ്ട്, അപ്പൊ സ്പോട്ടിൽ എഡിറ്റിംഗ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മളെന്താ ചെയ്യാലോ, പിന്നെന്താ അപ്പോഴാണ് എനിക്കൊരു സങ്കടം. ഓ എന്നാ പിന്നെ സൂപ്പർ, ഞാൻ എനിക്കും ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ വീണ്ടും ചെയ്തതാണ്. സോ അതിനൊക്കെ ക്രെഡിറ്റ് ചെയ്യാൻ പറഞ്ഞ എന്ന് വെച്ചാൽ ശരിക്കും ഒരു ജൂനിയർ ആണ്, സിനിമയിൽ ഫസ്റ്റ് ആണ്. അപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ആക്ടറാണ് ടൊവിനോ തോമസ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പം കോമ്പിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ? പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞൊന്നുമില്ല, ബട്ട് വി വർ ഡിസ്കസിങ് എന്താണ് നമ്മൾ സീൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ആ സമയത്ത് എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെ അങ്ങനെ ഒരു സ്പെസിഫിക് ഡിസ്കഷൻ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഇടപെട്ടിട്ട് പറഞ്ഞില്ല. ബട്ട് നമ്മളൊരു ഓവറോൾ ഐഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് ആ സീൻസ് ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യാൻ മാറ്റി തോന്നിയാൽ പുള്ളി പറയും ഇങ്ങനെ അങ്ങനെ ഒരു ഇതിലാണ്. അതുവരെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരാളാണല്ലോ, സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ടൊവിനോ തോമസിന്റെ അഭിനയം കാണുന്നു. ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ എങ്ങനെയാണ് ടൊവിനോയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കമ്മിറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ, നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനോട് കമ്മിറ്റ്മെന്റ് അധികം ഉണ്ടെങ്കിൽ പലതും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തനിയെ വരാറുണ്ട്. ഞാൻ ഒരു പ്രോജക്റ്റിൽ വന്നാല് കൂടെ ആരാ ഉള്ളത്, എന്തിനാ ഉള്ളത് എന്ന് പടത്തിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണെങ്കിൽ അധികം മനസ്സിൽ വരില്ല. അപ്പോ അദ്ദേഹത്തിന് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടെ ഉള്ളവര് ബേസിക്കലി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നവരെ ബേസിക്കലി ടെക്നിക്കലി കൊണ്ടുവന്നതാണെങ്കിൽ ടോട്ടലി. പിന്നെ അത് ന്യൂ കമർ ആണോ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല. പടത്തിന് എന്താണോ ആവശ്യം ഈ നമ്മൾ ട്രീറ്റ് ചെയ്താണെങ്കിലൊക്കെ ഒരു സെയിം ലെവലിൽ ഒരു കോ ആക്ടർ എന്ന നിലയിലാണ്. അത് പ്രൊഫഷണൽ ഒരു ലൈനാണ്. അത് ഈസ് ലൈക്ക് ദി ടോപ്പ് മോസ്റ്റ് ലെവൽ ഓഫ് പ്രൊഫഷണലിസം.
അല്ലാതെ ഒരു സീനിയോറിറ്റി അങ്ങനെയൊന്നും കാണിച്ച് ഭയങ്കര എന്താ പറയാ ഹമ്പിളായിട്ട് ഇടപെട്ടു. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കും കൂടി ഒരു കോൺഫിഡൻസ് വേണമല്ലോ. ടോവിക്ക് എപ്പോഴാണ് ആ ഒരു കോൺഫിഡൻസ് വന്നത് കൂടുതലായിട്ട്? ഏത് സീൻ ചെയ്തപ്പോഴാണ്? പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു ആക്ടർ ആണ് എന്നുള്ളത് എന്തായാലും കാണിച്ചിട്ടുണ്ട്. അത് ആ സീൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എന്തായാലും അവർ ഡിസ്കസ് ചെയ്തിട്ടാണ് ടോബി എന്നെ ഓൾറെഡി ആക്കി കണ്ടിട്ടുണ്ടാവും. ഓഡിഷൻസ് ഒക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് വന്നത്. അപ്പോ അതിനൊരു വിഷയമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പറഞ്ഞ കരത്തിനെ കുറിച്ചൊരു സംഭവം പറയാനുള്ളത് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പിന്നീട് മാത്രമല്ല ബേസിക്കലി ഓഡിഷൻ അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഉള്ളതൊക്കെ അറിയുള്ളൂ. അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നെ വിളിച്ചു. പക്ഷെ ബാക്കി എന്റെ ടീമിൽ ബേസിക്കലി എന്നെ കുറിച്ച് അറിയില്ല, സംഭവം ചെയ്തോ ഇതൊന്നും ഒരു വെല്ലുവിളിയില്ല. അപ്പൊ ബാക്കിയുള്ളവർക്ക് കുറച്ച് അണ്ടർ കോൺഫിഡൻസ് ആയിരുന്നു. ഈ സിനിമ കണ്ടിട്ടില്ല, അന്വേഷിപ്പിൻ കണ്ടെത്തും കണ്ടില്ലല്ലോ. കണ്ടിട്ടുണ്ട്, പക്ഷെ ഓഫീസിലോട്ട് ഇറങ്ങിയിട്ടില്ല. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ ആയിരുന്നു പറഞ്ഞത്, തുടങ്ങുന്ന സമയത്തായിരുന്നു വിളിച്ചത്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓവറോൾ ഇവർക്കൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുമോ, ജീവിതത്തിലാണ് ഇങ്ങനൊരു ക്യാരക്ടർ, നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ചെയ്യാൻ പറ്റുമോ, ഒരു ഓവറോൾ കോൺഫിഡൻസ്. അപ്പൊ ഓഫീസിലോട്ട് ഡ്യൂട്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് ബേസിക്കലി അപ്പൊ അവരെ ചിന്താഗതി ഒക്കെ അങ്ങ് മാറി. അങ്ങനെയല്ല, വിനീതനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിനീതനെ വിളിച്ചപ്പോ വിനീതനാണ് ഓസ്ട്രേലിയയിൽ ഒരു പെർഫോമൻസിന് പോയി. പുള്ളിക്കാരൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നെ വിളിച്ചിട്ട് എടാ ഞാൻ എന്നെപ്പോ വിശാഖ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോ ഓഫീസിലോട്ട് കണ്ടിറങ്ങി. ഇപ്പോഴാണ് സന്തോഷമായത്, സമാധാനമായിട്ട്. പ്രൊഡ്യൂസർക്ക് ഇപ്പോഴാണ് സമാധാനമായത്. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കോൺഫിഡൻസ് അവർക്ക്. അതെ, അതെല്ലാവർക്കും നോർമൽ ആണ്. അറിയാത്ത ഒരാൾ വന്നിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അതെ അതെ. അപ്പൊ ആ സിനിമ അന്നേരം ഇറങ്ങാത്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. ഓവറോൾ നമ്മുടെ പടവും എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ വിജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കോൺഫിഡൻസും എന്നെ കുറിച്ച് ഒരു കോൺഫിഡൻസും എന്തായാലും അതെ. ഇപ്പം ടൊവിനോ തോമസ് ഒക്കെ വിളിച്ചായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടപ്പോ? വിളിച്ചിട്ടില്ല, പക്ഷെ അറിയാം എന്തായാലും കണ്ടിട്ടുണ്ടാവും.